അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ബീവിക്കും 20 ആണും 20 പെണ്ണുമായി 40 മക്കളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രബലമായ നിവേദനം. എന്നാൽ 100 പ്രസവത്തിലായി 200 മക്കളുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഏതായാലും ഹവ്വാ ബീവി 20 പ്രസവങ്ങളിലായി ഓരോ പ്രസവത്തിലും ഒരാണും ഒരു പെണ്ണും, അങ്ങനെയായിരുന്നു അവരുടെ മക്കളെന്നാണ് പ്രാമാണികമായിട്ടുള്ള അഭിപ്രായം. എന്നാൽ മേൽ പറയപ്പെട്ട പോലെ തന്നെ 100 പ്രസവത്തിലായി 200 മക്കളുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനവർ തെളിവായി പറയുന്നത്, അള്ളാഹു നിങ്ങളെ ഒരേ വ്യക്തിയിൽ നിന്നും പടച്ചു, അതേ വ്യക്തിയിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു, അവരിരുവരിൽ നിന്നുമായി അനേകം പുരുഷന്മാരെ വ്യാപിപ്പിച്ചു എന്ന ഖുർആൻ വചനമൊക്കെ എടുത്തുകൊണ്ടാണ് അത്തരം വ്യാഖ്യാതാക്കൾ അങ്ങനെ പറയുന്നത്. ഏതായാലും ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹവ്വാ ബീവിയുടെ ആദ്യത്തെ 2 പ്രസവങ്ങളിലായി ജനിച്ച 4 മക്കൾ, ഹാബീൽ, അതുപോലെ തന്നെ ഇക്ലിമ, കാബീൽ, ലബൂദ എന്നിങ്ങനെ 4 പേർക്ക് പ്രായപൂർത്തിയായപ്പോൾ ആദം നബി അലൈഹിസ്സലാം അവരെ വിവാഹത്തിൽ ഏർപ്പെടുത്തി. ഹാബീലിൻ്റെ കൂടെ ജനിച്ച ലബൂദയെ കാബീലും, കാബീലിനോട് കൂടി ജനിച്ച ഇക്രിമയെ ഹാബീലും വിവാഹം കഴിക്കണമെന്നാണ് ആദം നബി അലൈഹിസ്സലാം നിശ്ചയിച്ചത്. എന്നാൽ കാബീൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് കൂട്ടുനിന്നില്ല. അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ ജനിച്ചത് ഇക്രിമയാണ്, അവൾ കൂടുതൽ സുന്ദരിയാണ്, അതുകൊണ്ട് അവളെ എനിക്ക് തന്നെ വേണം എന്ന് കാബീൽ ആഗ്രഹിച്ചു. തൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചുള്ളതാണെന്നും തർക്കം കൂടാതെ അനുസരിക്കണമെന്നും പിതാവായ ആദം നബി അലൈഹിസ്സലാം ഈ കാബീലിനോട് വീണ്ടും വീണ്ടും ഉപദേശിച്ചു നോക്കി. എന്നിട്ടും കാബീൽ സമ്മതിക്കുന്നില്ല. അവസാനം ആദം നബി അലൈഹിസ്സലാം കൽപ്പിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾ ഇരുവരും അള്ളാഹുവിന് ഓരോ ബലി അർപ്പിച്ച് നോക്കണം. ആരുടെ ബലി സ്വീകരിക്കപ്പെടുന്നുവോ അവൻ ഇക്രിമയെ വിവാഹം കഴിക്കട്ടെ. അങ്ങനെ 2 മക്കളും, അതായത് ഹാബീലും കാബീലും, മക്കയിലെ ഒരു മല മുകളിൽ കയറി. ഹാബീൽ ഒരു നല്ല ആട്ടിൻകുട്ടിയെയും കാബീൽ ഒരു പിടി ഗോതമ്പും വൈക്കോലും മലമുകളിൽ ബലിയായി വെച്ചുകൊണ്ട് പിന്മാറി നിന്നു. തൽക്ഷണം തന്നെ ആകാശത്തിൽ നിന്നൊരു വെള്ളമേഘം ഇറങ്ങി വന്നു. അത് കാബീലിൻ്റെ ബലിസാധനത്തെ ഒന്ന് വലയം ചെയ്ത് നോക്കിയെങ്കിലും
എടുത്തുകൊണ്ട് പോയില്ല. ഉടൻ തന്നെ ഹാബീലിൻ്റെ ബലിവസ്തുവിൻ്റെ നേർക്ക് പിന്മാറുകയാണ് ഉണ്ടായത്. ഹാബീലിൻ്റെ ബലിവസ്തുവായ ആട്ടിനെ മേഘം വഹിച്ചു കൊണ്ടുപോയി. അങ്ങനെ കാബീലിൻ്റേത് തള്ളപ്പെടുകയും ഹാബീലിൻ്റേത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അവരിൽ ഒരാളുടെ സ്വീകരിച്ചു, മറ്റേയാളുടെ സ്വീകരിച്ചില്ല എന്ന് ഖുർആനിൽ വന്നിട്ടുള്ളത് ഈ ബലിയെ പറ്റിയാണ്. ഹാബീലിൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടപ്പോൾ ഇക്ലിമയെ ഭാര്യയാക്കേണ്ടത് അവൻ തന്നെയാണ്, നീ അവകാശം പറയുന്നത് വെറുതെയാണ് എന്ന് ആദം നബി കാബീലിനെ വീണ്ടും ഉപദേശിച്ചു. അപ്പോൾ കാബീൽ സ്വീകരിക്കുകയല്ല ഉണ്ടായത്. അയാൾ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു, ഈ ഹാബീലിനെ കൊന്നു കളയണം. അവന് ഹാബീലിനോടുണ്ടായിരുന്ന സഹോദര സ്നേഹമെല്ലാം നിശേഷം നശിച്ചുപോയി. ഹാബീലിനെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ അങ്ങുമിങ്ങും ചുറ്റി നടന്നു. കൊല ചെയ്യേണ്ടത് എന്ത് ചെയ്തിട്ടാണെന്ന് അവൻ അറിയില്ലായിരുന്നു. കാരണം അതിൻ്റെ മുമ്പ് ആരും കൊന്ന ചരിത്രമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഹാബീൽ സഹോദരനെ കൊല്ലേണ്ടത് എങ്ങനെയെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്ന അവസരത്തിൽ ഇബ്ലീസ് കാബീലിൻ്റെ ഒരു സഹോദര വേഷം ധരിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെന്ന് 2 കരിങ്കല്ലെടുത്തു. ഒന്നുകൊണ്ട് മറ്റേത് എറിഞ്ഞു, 2 പൊളിയാക്കി. അത് കണ്ടപ്പോൾ തനിക്കും അപ്രകാരം ചെയ്തുകൊണ്ട് സഹോദരനെ കൊല്ലാമെന്ന് കാബീൽ തീർച്ചപ്പെടുത്തി. അക്കാലത്ത് കത്തിയും വാളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവൻ ഹാബീലിനെ തെരഞ്ഞു നടന്ന് കണ്ടെത്തി. ഹാബീൽ ഒരു മലയുടെ അടിവാരത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കാബീൽ പാറക്കല്ലെടുത്ത് ഹാബീലിൻ്റെ തലക്ക് മീതെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ആദം സന്താനങ്ങളിൽ അഥവാ മനുഷ്യവർഗത്തിലെ അക്രമമായി കൊല ചെയ്യപ്പെട്ട ഒന്നാമത്തെ ആൾ ഈ ഹാബീലാകുന്നു. അദ്ദേഹത്തിന് 20 വയസ്സ് മാത്രമാണ് അന്ന് പ്രായമായിരുന്നത്. ഹാബീൽ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജഡം അല്ലെങ്കിൽ ആ ശവം എങ്ങനെയാണ് മറക്കേണ്ടതെന്നറിയാതെ കാബീൽ പരിഭ്രമിച്ചു. അയാൾ തരിച്ചു നിന്നു. ശവം ആരെങ്കിലും കണ്ടെത്തുമെന്ന് ശങ്കിച്ച് അതൊരു ചാക്കിലാക്കി പുറത്ത് തൂക്കിയിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്നു. അവൻ അതെവിടെയെങ്കിലും അഴിച്ചിട്ടാൽ തിന്നാമെന്ന വിചാരത്തിൽ കഴുകന്മാരും കാട്ടുമൃഗങ്ങളും അവനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം കാബീലിനായി 2 കാക്കകളെ അള്ളാഹു നിയോഗിച്ചു. അവയിലൊന്ന് മറ്റതിനെ കൊത്തിക്കൊന്നു. കൊന്ന കാക്ക അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് കൊത്തിയും കാലുകൾ കൊണ്ട് മണ്ണ് നീക്കിയും ഒരു കുഴിയുണ്ടാക്കി. എന്നിട്ട് ചത്ത കാക്കയെ ആ കുഴിയിലേക്ക് ഇട്ട് മണ്ണിട്ട് മൂടി. അത് കണ്ടപ്പോൾ കാബീൽ പറഞ്ഞു, കഷ്ടം, ഈ കാക്ക ചെയ്തതുപോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ ശവം എനിക്ക് മറക്കാമായിരുന്നു. അങ്ങനെ ഈ വാക്ക് അതേപടി ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ അവൻ ഖേദിച്ചവരിൽ പെട്ടുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ കാബീലിന് സഹോദരനെ കൊന്നതിലല്ല വേദനയുണ്ടായതെന്നും നേരെ മറിച്ച് ശവം മറവ് ചെയ്യാൻ അറിയാതെ അത് മുതുകിലേറ്റി ചുറ്റിത്തിരിയേണ്ടി വന്നതിലായിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. കാബീൽ ഒരു ശവം വഹിച്ചുകൊണ്ട് ഒരു കൊല്ലക്കാലമാണ് ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നിരുന്നത് എന്ന് ചിലർ പറഞ്ഞു കാണുന്നു. മിർആത്തുൻ നുജൂം എന്ന കിതാബിൽ ഇങ്ങനെ പറഞ്ഞു കാണാം, പാപനക്ഷത്രം ഹാബീലിനെ കൊന്നപ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടപ്പോഴും ആദ് സമുദായം നശിച്ചപ്പോഴും ഫിറോൻ സമുദ്രത്തിൽ മുങ്ങിയപ്പോഴും അല്ലാതെ ലോകത്ത് പ്രത്യക്ഷമായിരുന്നില്ലെന്നും അക്കാലങ്ങൾക്ക് ശേഷം വല്ല വിസൂചികയോ വലിയ ആപൽഘട്ടങ്ങളിൽ മാത്രമേ, അതുപോലെ എന്തെങ്കിലും മഹാമാരിയുടെ ആപൽഘട്ടങ്ങളിൽ മാത്രമേ അത് വെളിപ്പെടാറുള്ളൂ എന്നും ഇസ്ലാമിൽ ബദർ യുദ്ധാവസരത്തിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോഴും ഇമാം അലിയുടെ വധം നടന്ന അവസരത്തിലും ഇത് ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുമാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. ഇത് പരീക്ഷിച്ചറിഞ്ഞ പരമാർത്ഥവുമാണ്. അള്ളാഹുവാണ് സർവജ്ഞൻ. സൈലബി ഇങ്ങനെ പറയുന്നു, ഹാബീൽ വധിക്കപ്പെട്ടപ്പോൾ ഭൂമി കുലുങ്ങി. ഒന്നാമതായി ഭൂമി കുലുക്കമുണ്ടായത് അക്കാലത്താണ്. ദിവസേന 7 തവണ കുലുങ്ങിക്കൊണ്ട് 7 ദിവസങ്ങളോളം ഭൂമി കുലുക്കമുണ്ടായി. ആദം നബി അലൈഹി സ്വലാം അക്കാലത്ത് ഇന്ത്യയിലായിരുന്നു.
സ്വന്തം മകനായ ഹാബീൽ വധിക്കപ്പെട്ടത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ മക്കളുടെ വർത്തമാനം അറിയാനായി അദ്ദേഹം തിരഞ്ഞുപോയി. അദ്ദേഹം ചെന്നപ്പോൾ ഹാബീൽ കൊല്ലപ്പെട്ടതും ഘാതകനായ കാബീൽ അദ്ദേഹത്തിൻ്റെ ആടുകളെയെല്ലാം കരസ്ഥമാക്കിയതും ഇക്ലിമയെ വിവാഹം ചെയ്തതും അദ്ദേഹത്തിന് അറിവ് കിട്ടി. അദ്ദേഹം ചെല്ലുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കാബീൽ ഭയപ്പെട്ട് ഓടി. അന്യായമായി സഹോദരനെ കൊന്ന കാബീൽ ഒരു മഹാപാപിയായി പരിണമിച്ചു. അള്ളാഹുവിൻ്റെയും സ്വന്തം പിതാവിൻ്റെയും ആജ്ഞയ്ക്ക് വഴങ്ങാതെ നടത്തിയ പ്രസ്തുത കൊലപാതകം ഒരു വമ്പിച്ച പാതകമായിരുന്നതിനാൽ അതിനനുസൃതമായ ശിക്ഷ കാബീലിന് സിദ്ധിച്ചുവെന്നാണ് കഥകളിൽ മറ്റും പറയപ്പെടുന്നത്. കാബീൽ ഹാബീലിനെ കുഴിയിലിട്ട് മൂടിക്കഴിഞ്ഞപ്പോൾ കാബീലിനെ വിഴുങ്ങുക എന്ന് അള്ളാഹു ഭൂമിയോട് കൽപ്പിച്ചു. ഭൂമി അവൻ്റെ തുടവരെ വിഴുങ്ങി. കാബീൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: അള്ളാഹുവേ, ശൈത്താൻ്റെ പ്രേരണയ്ക്ക് വശംവദനായി നിന്റെ കൽപ്പനയെ ലംഘിച്ചപ്പോൾ എൻ്റെ പിതാവിന് ഇത്ര കഠിനമായ ശിക്ഷ നൽകിയിട്ടില്ലല്ലോ. എന്നെ മാത്രം ഇങ്ങനെ ശിക്ഷിക്കുന്നത് കഷ്ടമാണ്. ശൈത്താനും അത്ര കഠിനമായ ശിക്ഷ നൽകിയിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ മോചിപ്പിക്കണമേ. അള്ളാഹുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ശൈത്താൻ അനീതിയായി ആരെയും കൊന്നിട്ടില്ല, സഹോദര ബന്ധത്തെ ഹനിച്ചിട്ടുമില്ല. നീയാകട്ടെ 2 അപരാധങ്ങളും ചെയ്തിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ കഠിനമായ ശിക്ഷ നൽകുന്നത്. ഭൂമി അവൻ്റെ നെഞ്ചുവരെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ പരവശനായി തീർന്ന അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മഹത്വത്തിൻ്റെ പേരിൽ നീ എനിക്ക് മോചനം നൽകണമേ. അള്ളാഹു ഉടനെ തന്നെ ഭൂമിയോട് അവനെ വിട്ടുകളയാൻ കൽപ്പിച്ചതനുസരിച്ച് ഭൂമി അവനെ മോചിപ്പിച്ചു. ഇവയെല്ലാം തനി കഥകൾ മാത്രമായി വന്നിട്ടുള്ളതാണ്. വിശ്വാസയോഗ്യങ്ങളായ പ്രമാണങ്ങളോ ഹദീസുകളോ ഇവയ്ക്കില്ല. ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സൈലബിയുടെ ഒരു വിവരണം കൂടി ഉദ്ധരിക്കാം. ഹാബീൽ വധിക്കപ്പെട്ട ദിവസം ഒരു സൂര്യഗ്രഹണമുണ്ടായി. ഭൂലോകത്തുണ്ടായ 1ാമത്തെ സൂര്യഗ്രഹണം അതായിരുന്നു. ഹാബീൽ വധിക്കപ്പെട്ട ദിവസത്തിൽ വൃക്ഷങ്ങളിന്മേൽ മുള്ളുകൾ മുളച്ചു, പഴങ്ങളുടെ രുചി കുറഞ്ഞു, വെള്ളത്തിൻ്റെ രുചി ഉപ്പിന് തുല്യമായി എന്നിങ്ങനെ സൈലബി പ്രസ്താവിച്ചിട്ടുണ്ട്. ഹാബീൽ വധിക്കപ്പെട്ട മുതൽക്ക് ആദം നബി അലൈഹി സ്വലാം ഒരിക്കലും ചിരിച്ചിരുന്നില്ല. ഹവ്വ റളിയല്ലാഹു അൻഹുമായി ശൃംഗാരപരമായ ബന്ധം പുലർത്തിയിരുന്നില്ല. അവസാനം അള്ളാഹു അദ്ദേഹത്തെ ഇങ്ങനെ സാന്ത്വനപ്പെടുത്തി: ആദമേ, നീ എത്ര കാലമാണ് ഇങ്ങനെ കരഞ്ഞും ദുഃഖിച്ചും കാലം കഴിക്കുക? ഈ സന്താനത്തിന് പകരമായി ഞാനൊരു പ്രത്യേക സന്താനത്തെ നിനക്ക് പ്രദാനം ചെയ്തേക്കാം. അവൻ സത്യവാനും സത്യപ്രവാചകനുമായിരിക്കും. അവൻ്റെ സന്തതികളായി ലോകാവസാനം വരെയും പ്രവാചകത്വത്തെ ഞാൻ നിലനിർത്തും. അവസാനമായിട്ടായിരിക്കും പ്രസവിക്കപ്പെടുക. ഇങ്ങനെ ഏകഗർഭത്തിലും ഏകനായും ജനിക്കുന്നത് അവൻ്റെ ഒരു ലക്ഷണമായിരിക്കുന്നതുമാണ്. അവൻ പ്രസവിക്കപ്പെട്ടാൽ അവന് ഷീസ് എന്ന് നാമകരണം ചെയ്യണം. ഷീസ് എന്ന വാക്കിന് സുറിയാനി ഭാഷയിൽ അബ്ദുള്ള അഥവാ ദേവദാസൻ എന്നാണ് അർത്ഥം. ആ കുട്ടിയെ ഗർഭം ധരിച്ച കാലത്ത് ഹവ്വാ ബീവിക്ക് യാതൊരു ഭാരവും തോന്നിയിട്ടില്ലായിരുന്നു. യാതൊരു ക്ലേശവും കൂടാതെ അവർ പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ ഹവ്വാ ബീവി ശീസ് നബിയെ പ്രസവിച്ചപ്പോഴേക്ക് ഹാബീലിൻ്റെ വധം മുതൽക്ക് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞു കാണുന്നത്. ലോകത്തിലെ ആദ്യത്തെ കൊലപാതകത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഈ കാരണം കൊണ്ട് ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലി ജനതയ്ക്ക് അള്ളാഹു ഒരു നിയമം കൊണ്ടുവന്നു. അതായത് ലോകത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തിയാൽ അവൻ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നവനെ പോലെയായി. ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്തിയാൽ അവൻ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും രക്ഷപ്പെടുത്തിയവനെ പോലെയായി. നമ്മൾ രക്ഷപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.